നമസ്കാരം. വടക്ക് കാശി, തെക്ക് തെങ്കാശി, നടുവിൽ ശിവകാശി എന്നൊരു ചൊല്ലുണ്ട്. ശിവഭഗവാൻ സ്വയം ആഗ്രഹിച്ച് കുടിയിരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ശിവകാശിയും തെങ്കാശിയും. ശിവകാശി നഗരത്തിന്റെ തിലകക്കുറിയായി വിളങ്ങുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு കാശി വിശ്വനാഥർ തിരുക്കോവിൽ ശിവകാശി. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ വിരുദുനഗർ ജില്ലയിൽ ശിവകാശി നഗരത്തിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ കാശി വിശ്വനാഥർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി വിശാലാക്ഷി അമ്മൻ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. പൗർണമി പൂജയും പ്രദോഷവും ഇവിടെ പ്രശസ്തമാണ്. പടക്കത്തിനും തീപ്പെട്ടിക്കും പ്രിന്റിംഗ് ജോലികൾക്കും പ്രശസ്തിയുള്ള ശിവകാശിയുടെ പ്രധാന ആകർഷണമാണ് ശിവകാശി കാശി വിശ്വനാഥർ ക്ഷേത്രം. ശിവകാശി ഒരു ചെറിയ കോവിലായിരുന്ന കാലത്തെ വ്യാപാരികൾ ഇവിടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു വന്നിരുന്നു. 11 വാരം ഈ കോവിലിൽ വഴിപാടുകൾ ചെയ്താൽ തൊഴിലിലും വ്യാപാരത്തിലും മേന്മയുണ്ടാവും എന്നതാണ് ഇവിടെയുള്ള ഭക്തജനഭാഷ്യം. ഈ നഗരത്തിന്റെ വളർച്ചയ്ക്ക് കാരണം തന്നെ ഈ ശിവക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. കുട്ടി ജപ്പാൻ എന്നൊരു ചെല്ലപ്പേരും ഈ നഗരത്തിനുണ്ട്. ശിവഭഗവാൻ കാശിയിൽ നിന്ന് വന്ന് താമസിച്ച സ്ഥലം എന്നർത്ഥത്തിൽ ശിവൻ കാശി എന്നായിരുന്ന സ്ഥലപ്പേര് പിന്നീട് ചുരുങ്ങി ശിവകാശി എന്നായി മാറി. സാധാരണയായി കാശി എന്നാൽ വടക്കിലുള്ള വാരണാസിയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ തന്നെയുള്ള രണ്ട് കാശികളാണ് ശിവകാശിയും തെങ്കാശിയും. ഇവിടം സന്ദർശിക്കുന്നത് വടക്കിലുള്ള കാശി സന്ദർശിക്കുന്നതിന് തുല്യം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കിപി 1428 മുതൽ 1460 വരെ തെങ്കാശി തലസ്ഥാനമാക്കി തമിഴ്നാടിന്റെ തെക്കുഭാഗം മന്നൻ ഹരികേസരി പരാങ്കുശ പാണ്ഡ്യൻ എന്ന പരാക്രമ പാണ്ഡ്യൻ ഭരിച്ചു വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ കാശി യാത്ര വളരെ കഠിനമായിരുന്നു. കാശിക്ക് പോയ ഭക്തന്മാരിൽ പലരും കാശി എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയിരുന്നു. അതിനാൽ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം തിരുക്കുറ്റാല മലയാടിവാരത്തിൽ തെങ്കാശിയിലൊരു കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവ് തീരുമാനിച്ചു. മന്നനും റാണിയും പരിവാരങ്ങളോടെ കാശിയിലെത്തി ഗംഗയിൽ നീരാടി കാശി വിശ്വനാഥനെ പ്രാർത്ഥിച്ച് അവിടെ നിന്നും ദിവ്യമായ ഒരു ശിവലിംഗവും എടുത്ത് ഒരു കറുത്ത പശുവിന്റെ മേൽ വെച്ച് കാശിയിൽ നിന്നും യാത്ര തിരിച്ചു. യാത്രാമധ്യേ വില്ലുവനമായിരുന്ന ഒരു പ്രദേശത്ത് മന്നനും പരിവാരങ്ങളും വിശ്രമിച്ചു. പിറ്റേന്ന് പുറപ്പെടാൻ നേരം റാണി മുന്നോട്ട് പോവാൻ പറ്റാത്ത വിധം ക്ഷീണിതയായി. കറുത്ത പശുവാവട്ടെ എന്തു ചെയ്തിട്ടും ഒരടി മുന്നോട്ട് നീങ്ങിയില്ല. ഇത് ശിവഭഗവാന്റെ തിരുവിളയാടലാണെന്ന് മനസ്സിലാക്കിയ പാണ്ഡ്യരാജാവ് ആ ശിവലിംഗം വില്ലുവനത്തിൽ തന്നെ കോവിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു. ആ സ്ഥലമാണ് ശിവകാശി. വേറൊരു കഥ പ്രകാരം മന്നൻ തന്റെ കുലദൈവമായ ശ്രീമുരുകന്റെ അനുഗ്രഹത്തോടെ ഗഗനമാർഗ ഗുളിക കഴിച്ച് ദിനവും രാത്രിയിൽ ആകാശമാർഗം കാശിക്ക് പോയി കാശി വിശ്വനാഥരെ ദർശിച്ച് സൂര്യോദയത്തിന് മുമ്പ് സ്വന്തം ഇടത്തിൽ തിരിച്ചെത്തുക പതിവാക്കിയിരുന്നു. ഒരു നാൾ മന്നനും റാണിയും അപ്രകാരം യാത്ര ചെയ്ത് കാശി വിശ്വനാഥരെ ദർശിച്ച് തെങ്കാശിയിൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്ന ശിവലിംഗം ഇടയ്ക്ക് വിശ്രമിക്കുന്ന വേളയിൽ ഒരു നന്ദവനത്തിൽ ഉറച്ചുപോയതിനാൽ രാജാവ് അവിടെ തന്നെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് കോവിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. മന്നൻ പിന്നീട് കണ്ടെടുത്ത സ്വയംഭൂ ശിവലിംഗമാണ് തെങ്കാശി കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നീട് ഈ മന്നന്റെ പിൻതലമുറയിൽ വന്ന പാണ്ഡ്യരാജാക്കന്മാർ മണ്ഡപങ്ങൾ, തീർത്ഥക്കുളം, ചുറ്റുമതിൽ, രഥവീതികൾ എന്നിവയെല്ലാം നിർമ്മിച്ചു. ഈ ക്ഷേത്രത്തിന്റെ തിരുപ്പണികൾ 1445 തുടങ്ങി 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം തീർത്തു എന്നാണ് ചരിത്രം. 3 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന ശിവകാശി കാശി വിശ്വനാഥർ ക്ഷേത്രം പാണ്ഡ്യരാജാക്കന്മാരും പിന്നീട് നായ്ക്കർ രാജാക്കന്മാരും തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ഇന്നും പല കാരണങ്ങളാൽ കാശിക്ക് പോകാൻ പറ്റാത്ത ഭക്തർ ഏറെയുണ്ട്. അവർ ഈ ക്ഷേത്രം സന്ദർശിച്ച് കാശി വിശ്വനാഥരെ പ്രാർത്ഥിക്കുന്നത് മോക്ഷത്തിന് തുല്യം. 2024 ഏപ്രിൽ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ നീളമുള്ളൊരു മണ്ഡപമാണ്. ഭഗവാനും ദേവിക്കുമായി 2 കൊടിമരങ്ങൾ ഇവിടെയുണ്ട്. ബലിപീഠവും നന്ദി ഭഗവാനെയും ദർശിച്ചാൽ പ്രധാന സന്നിധിക്ക് മുന്നിലുള്ള മണ്ഡപത്തിൽ വിനായകരും ശ്രീമുരുകനും. പ്രധാന സന്നിധിയിൽ ശ്രീ പരമേശ്വരൻ കാശി വിശ്വനാഥർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. തൊഴിൽ നഷ്ടം ഏർപ്പെട്ടവരും തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ 11 വാരം ഭഗവാന് വഴിപാടുകൾ ചെയ്താൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലെ മാറ്റം തിരിച്ചറിയാനാവും എന്നാണ് പറയുന്നത്. വിമാനത്തിൽ പോയി അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ 11 വാരം ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി എന്നതാണ് ഭക്തജന സംസാരം. ക്ഷേത്രത്തിൽ തനി സന്നിധിയിൽ വിശാലാക്ഷി അമ്മൻ പുഞ്ചിരിയോടെ 4 കരങ്ങളോടെ കിഴക്ക് ദർശനമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, വള്ളിദേവയാനി സമേത മുരുകൻ, നടരാജർ, ശിവകാമി അമ്മൻ, ഭൈരവർ, വീരഭദ്രർ, സനകാദി മുനിമാരോടൊപ്പം ദക്ഷിണാമൂർത്തി, മീനാക്ഷി അമ്മൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം, ചെമ്പകം. ക്ഷേത്രതീർത്ഥം കാശിതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശിയിൽ ബ്രഹ്മോത്സവം, ആണിമാസത്തിൽ തിരുമഞ്ജനം, ആടിമാസത്തിൽ വിശാലാക്ഷി അമ്മന് തപസ് തിരുവിഴ, പുരട്ടാസി നവരാത്രി, ഐപ്പശിയിൽ ശൂരസംഹാരം, തിരുക്കല്യാണം, കാർത്തിക തിരുവിഴ, മാർഗഴി തിരുവാതിര, തൈപ്പൂയം, മാസിയിൽ ശിവരാത്രി, പങ്കുനി ഉത്രം എന്നീ ഉത്സവങ്ങൾ കൂടാതെ
പൗർണമി, അമാവാസി, സങ്കടകര ചതുർത്ഥി നാളുകളും ക്ഷേത്രത്തിൽ പ്രധാനം. പൂജാ സമയം രാവിലെ 5:45 മണി മുതൽ ഉച്ചയ്ക്ക് 12:15 വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:15 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ വിരുദ്നഗറിൽ നിന്ന് 25 കിലോമീറ്റർ, ശിവകാശിയിൽ നിന്ന് 1.5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശിവകാശി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.